ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പരിപ്പും മുരിങ്ങക്കായും വെള്ളരിക്കയും കൂടെ വെച്ച് നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒഴിച്ചുകറി റെഡിയാക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഞാനതിനായിട്ട് 1/2 കപ്പോളം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. സാമ്പാർ പരിപ്പാണ്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് വാഷ് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തി നന്നായി തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പരിപ്പ് ഇവിടെ നന്നായി തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഒരു വെള്ളരിക്കയുടെ 1/2 പോർഷൻ കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ വെള്ളരിക്ക എടുത്തിട്ട് അതിൻ്റെ 1/2 പോർഷനാണ് ചേർത്ത് കൊടുത്തത്. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിയിലും മുരിങ്ങക്കായും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് പരിപ്പ് ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളരിക്ക മാത്രമാണെങ്കിൽ നമുക്ക് പരിപ്പിൻ്റെ കൂടെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുരിങ്ങക്കായും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മുരിങ്ങക്കായും വെള്ളരിക്ക ആദ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. ഇതിലോട്ട് അല്പം വേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെജിറ്റബിൾ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പുളി കൂടിപ്പോകും, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. മാങ്ങയുള്ള സീസണാകുമ്പോൾ നമുക്ക് പച്ചമാങ്ങ വേണമെങ്കിൽ ചെറിയ പീസ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലോട്ട് ഞാനിനി 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചോറിനുള്ള കറി ആയതുകൊണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരുത്തി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അല്പം വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. കറി വെന്തതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി തേങ്ങ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിലോട്ട് പിടിക്കാനുള്ള അല്പം ഉപ്പ് കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം കറിവേപ്പ് നന്നായി തന്നെ ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇതുപോലെ 2 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകെല്ലാം ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചത് അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉണക്കമുളകും വേപ്പിലയും എല്ലാം നന്നായി തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും കിട്ടാനായിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പരിപ്പും മുരിങ്ങക്കായും വെള്ളരിക്കയും കൂടെയുള്ള കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നാടൻ രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.